നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സരിക്കുമെന്ന അവസാനഘട്ട സമ്മർദ്ദവും ചെലുത്തുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇന്ന് നടന്ന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതായത് മത്സരിക്കുമെന്ന് PV അൻവർ തന്നെ മത്സര രംഗത്തേക്ക് ഇറങ്ങുമെന്ന് സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ UDF മുന്നണി പ്രവേശനം സാധ്യമാക്കുക എന്ന അവസാന തന്ത്രം പയറ്റുകയാണ് അൻവർ. അപ്പോഴും പറയുന്നത് ഘടകകക്ഷിയിൽ കുറഞ്ഞതൊന്നും തങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഘടകകക്ഷിയല്ലാത്തയൊന്നും കോൺഗ്രസിൽ നിന്ന് വേണ്ട എന്നാണ് അൻവറിന്റെ നിലപാട്. ഏത് ചെകുത്താനായാലും സമ്മതിക്കുന്നു പറഞ്ഞല്ലേ, അപ്പൊ അത് നമ്മളെ കക്ഷിയാക്കണ്ടേ? നമ്മളെ ഘടക കക്ഷിയാക്കുകയാണെങ്കിൽ മാത്രമേ ഇനി സംസാരമുള്ളൂ. അവരെ വിശ്വസിക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് അതിൽ വളരെ ദുഷ്ടമായ ചിന്തകളുണ്ട് എന്ന് നമുക്ക് വളരെ കൃത്യമായി ഈ കഴിഞ്ഞ 4-5 മാസത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ പോലും PV അൻവർ നിങ്ങളെ എടുക്കും, പക്ഷേ സ്ഥാനാർത്ഥി ഇന്നയാളാണ് എന്ന് പോലും UDFിലെ ഒരു നേതാക്കന്മാർ പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വികാരം. പക്ഷേ VD സതീശൻ നിലപാട് കടുപ്പിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും അൻവറിന്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടതില്ല എന്ന കാര്യത്തിലേക്കാണ് VD സതീശൻ വരുന്നത്. അതായത് സതീശൻ പറയുന്ന ഒരു കാര്യം, ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്ന ആ മുറയ്ക്ക് 10 മിനിറ്റിനുള്ളിൽ PV അൻവറിനെ അസോസിയേറ്റ് മെമ്പറാക്കിയിട്ട് UDFിൽ പ്രവേശിപ്പിക്കാം, UDFിന്റെ ഭാഗമാക്കാം എന്ന കാര്യമാണ് VD സതീശൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാനൊരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പൊ UDFിന്റെ അഭിപ്രായം അന്നുള്ളൂ, ഇപ്പല്ല. PV അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നാളെ തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് UDF ഇതിനോടകം അറിയിച്ചിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരിക്കലും PV അൻവറിന് വേണ്ടിയിട്ട് സമ്മർദ്ദം ഉണ്ടാവില്ല. കോൺഗ്രസിനോട് PV അൻവറിനെ മുന്നണിയിൽ എടുക്കണമെന്ന കാര്യം സമ്മർദ്ദം ചെലുത്തില്ല എന്ന കാര്യം ലീഗിൽ നിന്ന് തന്നെ ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിനപ്പുറം UDF നാളെ തന്നെ കൂടിയാലോചന നടത്തി അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും. പക്ഷേ അൻവർ പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കണമെങ്കിൽ UDFിന്റെ ഘടകകക്ഷിയാക്കി മാറ്റിയാൽ ആ നേരം UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന കാര്യത്തിലേക്കാണ് അൻവർ പറയുന്നത്. തൃണമൂലിന്റെ അണികൾ സജി അടക്കമുള്ള നേതാക്കൾ പറയുന്ന ഒരു കാര്യം, ഘടകകക്ഷിയാക്കുക, ഘടകകക്ഷിയാക്കി പോയി കഴിഞ്ഞാൽ നിലമ്പൂരിൽ UDFിനൊപ്പം നിൽക്കാമെന്ന് തൃണമൂലിന്റെ തന്നെ നേതാക്കളും അങ്ങനെ തന്നെ പറയുന്നുമുണ്ട്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് അൻവറിന് ഒരു പരിഹാസ രൂപേണയുള്ള വിമർശനം ഉണ്ടാവുകയും ചെയ്തു. അൻവർ ആർക്കും വേണ്ടാത്ത കറിവേപ്പിലയായി മാറി എന്നാണ് പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം. മറ്റേയാളെ പറ്റി അധികം പറയണ്ട, അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക ഒരു പക്ഷേ നാളെ ആയിരിക്കും. കാരണം UDF അന്തിമ തീരുമാനം പറയുന്നത് നാളെ വൈകിട്ടാണ്. നാളെ അൻവർ ഒരു പക്ഷേ UDFിന്റെ കാര്യം പോസിറ്റീവ് അല്ലെങ്കിൽ UDF മുന്നണിയുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അൻവർ സ്ഥാനാർത്ഥിയാവുക എന്ന കാര്യത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് തീരുമാനം എടുക്കുകയും ചെയ്യും. ജോം TK ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.